നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃശൂരിൽ 3 ഇടങ്ങളിൽ ATMകൾ കൊള്ളയടിച്ചു. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളാണ് കൊള്ളയടിച്ചത്. 3 ATMകളിൽ നിന്നായി 65 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം. മാപ്രാണത്തെ ATMൽ നിന്ന് 30 ലക്ഷം രൂപ, കോഴഞ്ചേരിയിലെ ATMൽ നിന്ന് 25 ലക്ഷം രൂപ, ഷൊർണൂർ റോഡിലെ ATMൽ നിന്ന് 10 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിയ മെസ്സേജിലൂടെയാണ് മോഷണ വിവരം അറിഞ്ഞത്. ഇന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിൽ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATMൽ നിന്ന് പണം കവർന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒരേ സംഘമാണ് ATM കവർച്ചകൾക്ക് പിന്നിൽ എന്നാണ് അനുമാനം. 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള ATMകളിലാണ് മോഷണം നടന്നത്. വെള്ള നിറത്തിലുള്ള കാറിലാണ് മോഷ്ടാക്കൾ എത്തിയതെന്നാണ് വിവരം. ജില്ലയുടെ അതിർത്തികളിൽ കർശന പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നാണ് വിവരം. മാപ്രാണം, കോലഴിയും ഷൊർണൂർ റോഡും ഒരേ റൂട്ടിലാണ്, അതായത് വ്യക്തമായ റൂട്ട് മാപ്പിലായിരുന്നു മോഷണം. ആദ്യ മോഷണം നടന്നിട്ടും പോലീസ് ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയിട്ടത് പ്രകാരം മറ്റ് 2 ഇടങ്ങളിൽ കൂടി അവർ എത്തിയെന്നാണ് അനുമാനിക്കുന്നത്. ക്യാമറകളൊന്നും നശിപ്പിച്ചിട്ടില്ലെന്നാണ് വിവരം. 4 പേരാണ് കവർച്ച സംഘത്തിലെന്നാണ് നിഗമനം. സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ മോഷ്ടാക്കളാണെന്ന് സൂചന. ഈ സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ സെക്യൂരിറ്റിയോ ഉണ്ടായിരുന്നില്ല എന്നത് ഉപയോഗപ്പെടുത്തിയാണ് കൊള്ളസംഘം ATM തകർത്തത്. കേരളത്തിലെ മിക്ക ATMകളിലും ഇതാണ് അവസ്ഥ. മുമ്പ് തിരുവനന്തപുരത്ത് ATM കവർച്ച നടന്നപ്പോൾ സുരക്ഷയെപ്പറ്റി ചർച്ച നടന്നു. എന്നാൽ അതൊന്നും ഫലത്തിൽ പ്രാവർത്തികമായില്ല. ഇതാണ് തൃശൂരിലും കൊള്ളസംഘത്തിന് തുണയായത്. 3 ATMകൾ കവർന്നിട്ടും പോലീസ് ഒന്നും അറിഞ്ഞില്ലെന്നതും സുരക്ഷാ വീഴ്ചയാണ്. നഗരമേഖലയിലാണ് മോഷണങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. മാപ്രാണവും കോലഴിയും ഷൊർണൂർ റോഡും ഒരേ റൂട്ടിലാണ്, അതായത് വ്യക്തമായ റൂട്ട് മാപ്പിലായിരുന്നു മോഷണം. ATMൽ സുരക്ഷാ അലാറം വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യ ATMലെ മോഷണം തന്നെ പുറം ലോകം അറിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതികളെയും അതിവേഗം പിടികൂടാൻ കഴിയുമായിരുന്നു. തൃശൂരിലെ അതിർത്തികളിലെല്ലാം കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസയിൽ അടക്കം നിരീക്ഷണം ശക്തമാക്കി. ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.